നമസ്കാരം. ഹലോ വേൾഡ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ബിസിനസ്സുകാര് പല വിധത്തിലുണ്ട്. നമ്പർ 1, പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഒരു ബിസിനസ്. നമ്പർ 2, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ബിസിനസ്സുകാരായിട്ട് മാറും. നമ്പർ 3, തൻ്റെ കഠിനാധ്വാനം മൂലം ബിസിനസ്സുകാരായിട്ട് മാറും. ഇത് മൂന്നും വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് ബിസിനസ് ഉള്ളത്. ഒന്നാമതായി ഞാൻ പറഞ്ഞല്ലോ, പാരമ്പര്യമായിട്ട് തൻ്റെ അപ്പന് നടത്തിയ ബിസിനസ് നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ചു കൊണ്ടുപോകേണ്ട ഒരു ബിസിനസ്സാണ്. കാരണം നമ്മുടെ അധ്വാനം മൂലമല്ല ആ ബിസിനസ് നമ്മുടെ കൈകളിലേക്ക് വന്നത്. അച്ഛൻ മുതല അല്ലെങ്കിൽ അപ്പൂപ്പനോ അവർ കഠിനമായി അധ്വാനിച്ച് വളരെ കാലം ആ ബിസിനസ്സിന് വേണ്ടി കാത്തിരുന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു ഗുഡ്വിൽ, അതുമൂലം ആ ഗുഡ്വില്ലാണ് നമ്മളിലേക്ക് ഈസി ആയിട്ട് കൈവന്ന് വീണത്. അപ്പോൾ അതിൻ്റെ ഒരു മറുവശമെന്ന് പറഞ്ഞാൽ, അധ്വാനം കൂടാതെ നമ്മുടെ കൈകളിലേക്ക് വന്നു വീണ ഒരു ബിസിനസ് സാമ്രാജ്യം, അത് നടത്തിക്കൊണ്ടുപോകുന്നതിന് വളരെയധികം വിഷയങ്ങളുണ്ട്. അതിന് നടത്തിക്കൊണ്ടുപോകാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. എന്നാൽ അത് നോക്കിക്കണ്ട് അതിൻ്റെ ആദ്യാവസാനം വരെ ആ ബിസിനസ്സിനെ ഒരു കുട്ടിയെ കൊണ്ടുപോകുന്നതിൻ്റെ കൂട്ട് താലോലിച്ച് കൊണ്ടുപോയെങ്കിൽ മാത്രമേ അത് വിജയപ്രദമാകുകയുള്ളൂ. അത് ആദ്യാവസാനം വരെ ആ ബിസിനസ് നടന്നു പോവുകയുള്ളൂ. കാരണം നമ്മളുടെ അധ്വാനത്താൽ അല്ല നമുക്ക് ആ ബിസിനസ് കിട്ടിയത് എന്നതുകൊണ്ട് ആ ബിസിനസ്സിൻ്റെ പല വശങ്ങളിലും നമ്മൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരും. പല വശങ്ങളും നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയും. അച്ഛനോ അപ്പൂപ്പനോ വളരെ കഠിനാധ്വാനം ചെയ്ത് ആ ഒരു ബിസിനസ്സിൻ്റെ ഓരോ കോർണറും അവർ ചെക്ക് ചെയ്ത് വളരെ വിശദമായിട്ട് അധ്വാനത്തിൻ്റെ ഫലമായി തൻ്റെ ഊണും ഉറക്കവും തൻ്റെ ജീവിതം മുഴുവൻ കളഞ്ഞാണ് ആ ഒരു ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തുക. അതിന് വർഷങ്ങളോളം അവർ കാത്തിരിക്കുകയും വർഷങ്ങളോളം അതിന് കഠിനാധ്വാനം ചെയ്യേണ്ടി വരികയും ചെയ്തു. അതിന് അവരുടെ ജീവിതം തന്നെ ബലി കൊടുക്കേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ നമ്മളിലേക്ക് ആ ബിസിനസ് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പ്രായപൂർത്തിയാകുമ്പോഴോ അതിനു മുമ്പേ തന്നെ നമ്മുടെ കൈകളിലോട്ട് വന്ന് വീഴുകയാണ്. അത് സ്വർണ്ണക്കരണ്ടിയായിട്ട് ജനിക്കുക എന്ന് പറയും. അങ്ങനെയുള്ള ഒരു ബിസിനസ് സാമ്രാജ്യം നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ചിലപ്പോൾ അപക്വമായ തീരുമാനങ്ങളിലൂടെ ആ ബിസിനസ് പൊട്ടിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാരമ്പര്യമായിട്ട് നമ്മുടെ കൈകളിലേക്ക് വീണ ആ ബിസിനസ്സിനെ നടത്തിക്കൊണ്ടു പോകുവാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളാണ് ആ ബിസിനസ്സിന്റെ വിജയം. കാരണം നമ്മുടെ അധ്വാനത്തിലല്ല അത് വന്നത്, നമ്മുടെ കഷ്ടപ്പാടിലല്ല അത് വന്നത്, നമ്മളുടെ സമയം അതിനുവേണ്ടി നമ്മൾ വിനിയോഗിച്ചിട്ടില്ല. എന്നാൽ ഈ ഒരു ടൈം ബ്രേക്കിൽ നമ്മുടെ ഭാഗ്യം കൊണ്ട് നമ്മുടെ കൈകളിലേക്ക് ബിസിനസ് വന്ന് വീഴുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, അത് അപക്വമായ തീരുമാനങ്ങൾ കൊണ്ട് ഈ ബിസിനസ് ശിഥിലമായി പോകും. അത് മറ്റുള്ളവരുടെ കൈകളിലേക്ക് അത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇത് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ അധ്വാനിക്കാതെ നമ്മുടെ കൈകളിലേക്ക് പണവും അതുപോലെ തന്നെ ബിസിനസ് സാമ്രാജ്യവും വന്നു കൂടുമ്പോൾ അതിൻ്റെ ഈച്ച് ആൻഡ് എവറി കോർണർ സ്റ്റഡി ചെയ്യുവാനും അതിനെ എങ്ങനെ വീണ്ടും വിപുലീകരിക്കാനും ഉയർത്തിക്കൊണ്ടുപോകുവാനും ഉള്ള ഒരു ആഗ്രഹവും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ആ ബിസിനസ് നമ്മുടെ ഒരു സർക്കിൾ കഴിയുമ്പോൾ നമ്മുടെ കൈകളിൽ നിന്ന് വഴിയെ പോകും. അത് പല രംഗത്തും നമ്മൾ കാണുന്നതാണ്. ഉന്നതന്മാരായ ബിസിനസ്സുകാരന്മാർ തൻ്റെ മക്കളുടെ കൈകളിലേക്ക് ഈ ബിസിനസ് കൊടുക്കുമ്പോൾ അവർക്ക് യാതൊരു ബിസിനസ്സിനെ പറ്റി ചിലപ്പോൾ ഗ്രാഹ്യമേ കാണത്തില്ല, അല്ലെങ്കിൽ ബിസിനസ്സിനെ പറ്റി അവർ പഠിച്ചു കാണും. എങ്കിലും തൻ്റെ അധ്വാന ഫലത്താൽ അല്ലാതെ നമ്മുടെ കൈകളിലേക്ക് വന്ന് വീഴുന്ന ആ ബിസിനസ്സിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ചിലപ്പോൾ നമുക്ക് കഴിയാതെ വരും. അത് ആരുടെയും കുറ്റമല്ല. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് നമ്മുടെ കൈകളിലേക്ക് വന്ന് വീഴുമ്പോൾ വളരെ സൂക്ഷിച്ച് നമ്മളത് കൈകാര്യം ചെയ്യണം. അതിൻ്റെ എല്ലാ തലങ്ങളിലും നമ്മുടെ കണ്ണും കൈയും മനസ്സും എല്ലാം അത് എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ എവിടെയാണ് പാളിച്ചകളുണ്ടാകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം സമ്പത്ത് വന്ന് കൂടുമ്പോൾ നമ്മുടെ ചിന്തകൾക്ക് മാറ്റങ്ങളുണ്ടാകും. സമ്പത്ത് വന്ന് കൂടുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് മാറ്റമുണ്ടാകും. കാരണം അധ്വാനിക്കാതെ വന്ന സമ്പത്താണ്. അപ്പോൾ ആ ബിസിനസ് സാമ്രാജ്യം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എല്ലാ രംഗത്തും നമ്മളുടെ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. വളരെ കീനായിട്ട് ശ്രദ്ധ, സാമ്പത്തികമായ അച്ചടക്കം നമുക്കുണ്ടായിരിക്കണം. രണ്ടാമതായിട്ട് വന്നിരിക്കുന്ന സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നമ്മൾ ബിസിനസ്സുകാരായിട്ട് മാറും. കാരണം പല 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 കാര്യങ്ങൾ നമ്മൾ നടത്തിയിട്ട് ഒന്നും രക്ഷയില്ലാതെ വരുമ്പോൾ ഏതെങ്കിലും ഒരു കച്ചിത്തുരുമ്പിൽ പിടിക്കാമെന്ന് കരുതി ചെറിയൊരു ബിസിനസ് തുടങ്ങി അത് വിജയിച്ച് ഉന്നത നിലയിലേക്ക് എത്തിച്ചേരും. അങ്ങനെയും സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്, അങ്ങനെയും ബിസിനസ് നടക്കാറുണ്ട്. പക്ഷെ അങ്ങനെ നടക്കുന്ന ഒരു ബിസിനസ് ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല ഒരു രേഖയിൽ തന്നെ നടന്നു പോകും. എന്നാൽ അവിടെയും ഒരു മൂലച്ഛിതി ഉണ്ടാകാൻ സാധ്യമുണ്ട്. കാരണം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് നമ്മൾ ബിസിനസ്സുകാരായത്.
അപ്പോഴെന്തെടുക്കും, നമ്മുടെ ഉള്ളില് ഒരു ഒരു ദുരാഗ്രഹവും അതുപോലെ തന്നെ ഒരു ആ ബിസിനസ്സിനോ നമ്മളാണ് വലിയവനെന്നൊരു തോന്നല് നമ്മുടെ ഉള്ളിൽ വരും. അതുണ്ടാകാൻ നമുക്ക് പാടില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ബിസിനസ്സുകാരായപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ എൻ്റെ കഴിവ് കൊണ്ട് ഇതങ്ങ് ഉണ്ടായതാ, എൻ്റെ കഴിവ് കൊണ്ടാണ് ഞാനിതെല്ലാം ഉണ്ടാക്കിയെടുത്തത്. നോ നോ നോ, അങ്ങനൊരു ചിന്ത നമുക്ക് ഉണ്ടാകരുത്. എത്രയും നമ്മൾ ബിസിനസ് ഉയർന്നു പോകുന്നു അത്രയും നമ്മൾ ഏറ്റവും കൂടുതൽ വിനയാന്വിതനായിട്ട് മാറണം. ഇത് രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിട്ട് നമ്മുടെ കഠിനാധ്വാനം മൂലം നമ്മൾ ബിസിനസ്സുകാരായിട്ട് മാറുക. അപ്പൊ ഈ കഠിനാധ്വാനം മൂലം നമ്മൾ ഉണ്ടാക്കുന്ന ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ വശങ്ങളിലും നമ്മുടെ വിയർപ്പ് കണങ്ങളുണ്ടാവും. ആ കഠിനാധ്വാനത്തിലൂടെ നമ്മൾ ഉണ്ടാക്കുന്ന ബിസിനസ്സാണ് ഉന്നത നിലയിലേക്ക് പോകുന്നത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഉണ്ടാക്കിയെടുക്കുന്ന ബിസിനസ് ഉന്നത നിലയിൽ പോകും. പക്ഷേ അതിന് ചിലപ്പോൾ വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെയും നമ്മുടെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങളും നമ്മൾ വളരെ ശ്രദ്ധയോടെ മുമ്പോട്ട് കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ ഒരു നല്ല ബിസിനസ്സുകാരനായിട്ട് നമുക്ക് വളർന്നു വരാൻ പറ്റത്തുള്ളൂ. ബിസിനസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാം. പക്ഷേ ഇത് നടത്തിക്കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിചാരുത വേണം. ഏത് സാഹചര്യങ്ങളിലും പതറാതെ നിൽക്കാനുള്ള കഴിവ് നമ്മൾക്കുണ്ടാകണം. ആരുടെയും മുന്നിൽ തലകുനിക്കാതെ നിൽക്കാനൊരു ചങ്കുറ്റം നമ്മുടെ ഉള്ളിൽ വേണം. സാഹചര്യങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഒരിക്കലും വഴങ്ങി കൊടുക്കരുത്. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഏത് സാഹചര്യം വന്നാലും അതിൻ്റെ മുന്നിൽ നെഞ്ച് നിവർത്തി നിൽക്കാനുള്ള ഒരു അർപ്പണ മനോഭാവം നമ്മളുടെ ഉള്ളിലുണ്ടാകണം. എന്തിൻ്റെ മുന്നിൽ ഞാൻ തല കുനിക്കത്തില്ല, ഏത് സാഹചര്യം വന്നാലും അതിൻ്റെ മുന്നിൽ നിൽക്കും എന്നൊരു മനോഭാവം തന്നെ നമ്മുടെ ഉള്ളിൽ വേണം. ഈ കോവിഡ് കാലത്തൊക്കെ ചിലരൊക്കെ ബിസിനസ് നഷ്ടത്തിലായെങ്കിലും ചിലരൊക്കെ അടിപതറിപ്പോയി. എന്നാൽ ചിലരൊക്കെ ആ കോവിഡ് കാലത്ത് ആ ബിസിനസ്സിനെ വേറെ ഡൈവേർഷനിലേക്ക് കൊണ്ടുവന്നിട്ട് വീണ്ടും ആ ബിസിനസ് ഉന്നത നിലയിലേക്ക് എത്തിച്ചവരുണ്ട്. എന്ന് പറഞ്ഞാൽ അവരോടൊന്നും സാഹചര്യങ്ങൾ കടിമപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ 3 സാഹചര്യങ്ങളിലും നമ്മളുടെ ഒരു ചിന്താഗതി അങ്ങനെ തന്നെ ആയിരിക്കണം. ബിസിനസ് എന്ന് പറഞ്ഞാൽ സമ്പത്ത് നമ്മുടെ കൈകളിൽ വരും. പക്ഷെ അത് കൈകളിൽ വരണമെങ്കിൽ നമ്മുടെ മനോഭാവം എങ്ങനെയാണ്, അതുപോലാണ് സമ്പത്ത് നമ്മുടെ കൈകളിൽ വരുന്നത്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമാണ്. പൈസ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവമാണ്. നമ്മൾ വിചാരിക്കും ഈ പൈസ കൊണ്ട് നമുക്ക് എന്തും നേടാം, എന്തും സാധിക്കാം എന്നൊക്കെ. പക്ഷെ അത് അതിൻ്റെതായ ഒരു റൈറ്റ് വേയിൽ പോയില്ലെങ്കിൽ ഈ സമ്പത്ത് എവിടെയാ പോകുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മുടെ കൈകളിൽ ബിസിനസ്സിലൂടെ വരുന്ന പണം നമ്മളത് വിനിയോഗിക്കുന്നത് അതിൻ്റെ റൈറ്റ് വേയിലല്ലെങ്കിൽ ഇതെവിടെ ചെന്നാണ് അവസാനിക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റുന്നത്. ഒരുപാട് അനുഭവങ്ങളാണ് നമ്മുടെ ചുറ്റിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ബിസിനസ്സുകാരൻ നാളെ 0 ആയിട്ട് മാറും. ഇന്നത്തെ 0 ഉള്ളവർ നാളെ വൻ ബിസിനസ്സായിട്ട് മാറും. എങ്കിലും ഈ പറഞ്ഞ പോലെ കഠിനാധ്വാനത്തിലൂടെയും അർപ്പണ മനോഭാവത്തിലൂടെയും ബിസിനസ്സിനെ സ്നേഹിക്കുന്നവരുമായിട്ട് ബിസിനസ് സ്കില്ലോട് മുന്നോട്ട് പോകുന്നവന് എന്നും ബിസിനസ് അടിവെച്ച് മുന്നോട്ട് പോകും. അപ്പോൾ ഇതൊരു ബിസിനസിന്റെ തിയറിയാ. ഇതിനെല്ലാം ഒരു തിയറി സംബന്ധമായിട്ടാണ് പോകുന്നത്. എല്ലാത്തിനും ഒരു തിയറി ഉണ്ട്. അപ്പൊ ബിസിനസ്സിനും അങ്ങനെയുണ്ട്. സാമ്പത്തികമായ അച്ചടക്കബോധം ഈ ബിസിനസ്സിൽ ഉണ്ടാകണം. ഏത് സാഹചര്യത്തിലും മനുഷ്യനൊരു ബിസിനസ്സുകാരൻ എല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെ. ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാതെ അവൻ പറയുന്നതൊന്നും അടിമയെ പോലെ കേട്ടിരിക്കാതെ എനിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം. എല്ലാവരുടെയും ആഗ്രഹം അതാ. പക്ഷേ ഒരു ബിസിനസ്സുകാരനാകണമെങ്കിൽ അതിന് ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. ആ തത്വങ്ങളിൽ നിന്നെങ്കിൽ മാത്രമേ അവൻ ആ ബിസിനസ് മുമ്പോട്ട് പോകുവാൻ സാധിക്കത്തുള്ളൂ. ഫണ്ട് മാനേജ്മെന്റ്, ഞാൻ പറഞ്ഞില്ലേ, ഫണ്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു വലിയ പ്രശ്നമായ ഒരു ബിസിനസ്സുകാരന്. സാമ്പത്തികമായ അച്ചടക്കം ഒരു ബിസിനസ്സുകാരന് ഒരു വലിയ സംഭവമാണ്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതിനായിട്ട് ഒരു സിമ്പിൾ തിങ് അല്ല, ഒരു കാര്യമല്ലത്. ഗൾഫിൽ പോയി പണം ഉണ്ടാക്കി ബാങ്കിലിട്ട് കഴിഞ്ഞിട്ട് അതിന്റെ പലിശ മേടിച്ച് ജീവിക്കുന്നവരുണ്ട്. അതൊക്കെ എല്ലാവർക്കും സാധിക്കാം. പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടുന്ന പണം കൊണ്ട് നമ്മളത് ബിസിനസ് സാമ്രാജ്യത്തിൽ നിക്ഷേപിച്ചിട്ട് അതൊരു മറ്റു പലർക്കും ജോലി കൊടുത്ത ബിസിനസ്സിനെ ഓടിച്ചു കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവം തന്നെയാണ്. അതൊരു ബിസിനസ് സ്കിൽ എന്ന് പറയാം. അതൊരു വലിയ സംഭവം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കുന്നു, അതോടൊപ്പം നമ്മളും അധ്വാനിക്കുന്നു. ആ അധ്വാനത്തിലൂടെ നമ്മുടെ പണം ഇരട്ടിപ്പിക്കുന്നു. ആ പണം ഇരട്ടിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അതാണ് ഒരു ബിസിനസിന്റെ തന്ത്രം. അപ്പൊ ഇതിനകത്ത് തന്നെ ഈ ബിസിനസ്സിനകത്ത് ഒരു കള്ളച്ചതിയും നമുക്ക് നടത്താൻ പറ്റത്തില്ല. നമ്മൾ ആ ചതിയിലൂടെയാണ് ആ ബിസിനസ് സാമ്രാജ്യം ഓടിക്കുന്നതെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ താഴെ പോകും. എന്നാൽ ഏത് ബിസിനസ്സിനും അതിൻ്റെ ഒരു അടിസ്ഥാന തത്വവും അതിൻ്റെ ഒരു നേരുമുണ്ട്. ആ നേർരേഖയില്ലാതെ ഇവിടെ അല്ലാതെ ബിസിനസ് ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. എല്ലാവരും പറയും എനിക്ക് കിട്ടുന്ന പൈസ കുറെ സാധുക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സമ്പാദിക്കുന്ന കാശൊക്കെ ഞാൻ ഒരു 25% ഞാൻ എൻ്റെ സാധുക്കൾക്ക് വേണ്ടി കൊടുക്കുക, എൻ്റെ ബിസിനസ്സിന് ഒരു കുഴപ്പവും പറ്റത്തില്ല. ശരിയായിരിക്കാം, അദ്ദേഹത്തിന് മനസ്സിലായിരിക്കാം. പക്ഷേ
ഈ കിട്ടുന്നത് അനർഹമായ പൈസയിലൂടെയാണ് നമ്മൾ സമ്പാദിച്ചിട്ട് ഇത് സാധുക്കൾ കൊടുക്കുന്നെങ്കിൽ കൊടുക്കുന്നതിനും ഒരു വിലയില്ലാതെ. അപ്പൊ നമുക്ക് എപ്പോഴും പറയും ദാനം കൊടുക്കുന്നത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അർഹതപ്പെട്ട പൈസയെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാവൂ. അപ്പൊ ബിസിനസ്സിനെ സംബന്ധിച്ച് ഇതെല്ലാം ബാധകമാണ്. ഒരു ബിസിനസ് ഓടിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫണ്ട് മാനേജ്മെന്റിലൂടെ കൃത്യമായിട്ട് ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ 3 തരം ബിസിനസ്സുകാരാവുള്ളത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് പാരമ്പര്യമായിട്ട് കിട്ടിയ ബിസിനസ്സിനെ നടത്തിക്കൊണ്ടുപോകാൻ. അത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തെങ്കിൽ മാത്രമേ ആ ബിസിനസ് നമുക്ക് തലമുറകളോട് നിർത്താൻ പറ്റത്തോ. ഇല്ലെങ്കിൽ നമ്മുടെ തലമുറ കഴിയുമ്പോൾ, അതായത് പാരമ്പര്യമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയ ആ ബിസിനസ് നമ്മുടെ തലമുറ കഴിയുമ്പോൾ അത് നശിച്ചു പോകും. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഫണ്ട് മാനേജ്മെന്റ് ക്ലിയർ അല്ല. കാരണം അധ്വാനിക്കാതെ കിട്ടിയ ആ തുകയെ അധ്വാനിക്കാതെ കിട്ടിയ ബിസിനസ്സാണ്. അത് അധ്വാനത്തിന്റെ ഫലം ഇല്ലാതെ കിട്ടുമ്പോൾ അതിനെ വളരെ കെയർ ചെയ്യാതെ, ആ ബിസിനസ്സിനെ സ്നേഹിക്കാതെ, ആ ബിസിനസ്സിന്റെ വരുന്ന സാമ്പത്ത് മാത്രം ഊറ്റിയെടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ അത് അടുത്ത തലമുറയാകുമ്പോൾ ആ ബിസിനസ് അങ്ങ് പോകും. പിന്നെ കഠിനാധ്വാനത്തിലൂടെ നേടിയെടുക്കുന്ന ബിസിനസ്സാണ് എന്നും നിലനിൽക്കുന്നത്. പിന്നെ നമ്മുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ബിസിനസ്സുകാരാവുന്നത്. ഇതും കഠിനാധ്വാനവും രണ്ടും ഒരു നേർരേഖയിലാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെ 3 കാര്യങ്ങളാണ് ബിസിനസ്സുകാർക്കുള്ളത്. ഇതുകൊണ്ട് ഈ ബിസിനസ് ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഫണ്ട് മാനേജ്മെന്റ്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. അത് കൃത്യമായി വിനിയോഗിക്കാൻ അറിയാവുന്നവന്റെ കയ്യിൽ മാത്രമേ ഈ സമ്പത്ത് ഉണ്ടായിരിക്കത്തുള്ളൂ. അത് ലിഖിത നിയമമാണ്. നമ്മൾ എവിടെയും അന്വേഷിച്ചു നോക്കൂ, നിങ്ങൾ ആരോടും പറഞ്ഞു നോക്കൂ, സമ്പത്ത് വിനിയോഗിക്കാൻ അറിയാവുന്നതിന്റെ കയ്യിൽ മാത്രമേ സമ്പത്ത് കൊടുക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനിയും നമ്മൾക്ക് ബിസിനസ്സിൽ മൂല്യച്യുതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഉയർത്തെഴുന്നേക്കണം. ഒരു ബിസിനസ് കൊണ്ട് മാത്രം നമ്മൾ തളർന്നു പോകരുത്. ഒരിക്കലും നമ്മുടെ മനസ്സ് തളരാൻ ഇടവരരുത്. ബിസിനസ് താഴോട്ട് പോകുമ്പോൾ വീണ്ടും നമ്മുടെ മനസ്സ് തളർന്നു കഴിഞ്ഞാൽ അതിനെ പിന്നെ പൊക്കിക്കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എപ്പോഴും അതിനെപ്പറ്റിയുള്ള ശ്രദ്ധ ഉണ്ടായിരിക്കണം. ആ ബിസിനസിന്റെ എല്ലാ കോർണറുകളിലും എല്ലാ വിഷയങ്ങളിലും നിങ്ങളുടെ ഇന്ററാക്ഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ ഏറ്റവും ഉന്നതമായ നിലയിലേക്ക് ഉയർത്തി കൊണ്ടുപോകാൻ സാധിക്കും. സോ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ട് കാണുമെന്ന് മനസ്സിലാക്കി കാണുമെന്നുള്ള വിശ്വാസത്തോടെ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്. നാളെ വീണ്ടും കാണാം.